ഇത് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതെല്ലാം 1000 രൂപയ്ക്കും 1200 രൂപ വരെ മാക്സിമം കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോകുന്നതാണ്. ഇതെല്ലാം ഒരെണ്ണത്തിന് 1000 രൂപയേ ആകത്തുള്ളൂ. 1000 രൂപ ആവുള്ളൂ. ഓ, നമ്മളിപ്പോ ഇവിടുത്തെ റേറ്റ് കൂടാതെ ഒരു 1000 രൂപ കൂടെ കൊടുത്താൽ നമ്മുടെ ചരക്ക് നിങ്ങളുടെ വീടെത്തും. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പൊള്ളാച്ചിയിലാണ് കേട്ടോ. പൊള്ളാച്ചി മാട് മാർക്കറ്റിലാണ് ഞാനുള്ളത്. ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും വരുന്ന മാടുകളെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. ഓരോരുത്തർ അവരവർ വളർത്തിയതും അവരവർ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതുമായിട്ടുള്ള മാടുകളെയാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത്. കാള, പശു, എരുമ, പോത്ത് തുടങ്ങി ചെറിയ കിടാവുകളെ വരെയും ചില ഭാഗത്തേക്ക് ചെന്നാൽ ആട്ടുംകുഞ്ഞുങ്ങൾ വരെ നമുക്ക് കിട്ടും. അതൊക്കെ നിസ്സാര റേറ്റിലാണ് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വില കുറച്ച് നമുക്കിവിടെ കൊണ്ടുപോകാം. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ലേലമല്ല, അത് പറഞ്ഞുറപ്പിക്കുന്ന കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ മാത്രമുള്ള കുറേ കാഴ്ചകളുണ്ട് ഇവിടെ. ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് വാങ്ങിക്കാനല്ലെങ്കിൽ പോലും ഈ കാഴ്ചകൾ കാണാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് മറിച്ച് വിൽക്കുകയും ഒക്കെ ചെയ്യാം. ഒത്തിരി മലയാളീസ് നമുക്കിവിടെ കാണാം കേട്ടോ. കേരളത്തിൻ്റെ നമ്മുടെ വടക്കൻ ജില്ല മുതൽ തെക്കൻ ജില്ല വരെയുള്ള എല്ലാ ആളുകളെയും നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കാണാം. ഇത് വരുന്നത് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചി മാട് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരും, നമുക്കിവിടെ അറിയാൻ പറ്റും. ഈ പൊള്ളാച്ചി മാട് മാർക്കറ്റ് വരുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം ഇവിടെയുണ്ട്. പക്ഷേ ഏറ്റവും വലിയ മാർക്കറ്റ് ചൊവ്വ തന്നെയാണ്. ചൊവ്വയും വ്യാഴമുണ്ട്. വ്യാഴം ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഈ വിഷ്വലി നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. വ്യാഴാഴ്ച ദിവസത്തെ മാർക്കറ്റ്. ഈ ചൊവ്വാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒന്നെങ്കിൽ തലേന്ന് വന്ന് ഇവിടെ ഒത്തിരി ലോഡ്ജുകളും റൂംസ് കിട്ടും. നല്ല ചെറിയ റേറ്റിൽ നല്ല റേറ്റിലൊക്കെ ആയിട്ടുള്ള പല ടൈപ്പിലുള്ള റൂമുകൾ നമുക്ക് ഇതിനടുത്ത് കിട്ടും. ഇവിടെ ഒന്ന് താമസിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി, നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിൽ രാത്രി നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ രാവിലെ മോർണിംഗിൽ ഇവിടെ എത്തിക്കഴിയുമ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ വന്ന് ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇവിടുത്തെ കുറേ കാഴ്ചകളാണ്. പൊള്ളാച്ചി മാട് മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ്. ഞാൻ മൻസൂർ മുഹമ്മദ്, ട്രിപ്പിൾ ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് അടുത്തത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോ മാർക്കറ്റിൽ നിന്ന് ഓരോ വീടുകളിൽ നിന്ന് വളർത്തി വലുതാക്കിയ സംഭവങ്ങളെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. കുറേ എണ്ണം ഇറങ്ങി പോകുമ്പോൾ കുറേ എണ്ണം ഇതേപോലെ വലിയ മാർക്കറ്റ് കേട്ടാ. എന്തുമാത്രം വണ്ടിയിലാണ്, കുറേ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുറേ പോവുകയും ചെയ്യുന്നുണ്ട്. തള്ളയും പുള്ളയും എല്ലാം ഉണ്ട് കേട്ടാ. നമുക്ക് വളർത്തിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട ചെറിയ ചെറിയ കിടാവുകളൊക്കെ എന്നിട്ട് നല്ല ലക്ഷണമൊത്ത് നല്ല ഭംഗിയുള്ള കൊച്ചു കിടാവുകളൊക്കെ ഉണ്ട്. ഇത് കണ്ട അല്ലേ? ഇത് എവ്വളോ പാല് കൊടുക്കണ? 5 എവ്വളോ? 4 കിട്ടും. അതെ, എത്ര റേറ്റ് വരും? മേടിക്കാനാണെങ്കിൽ എത്ര വരും? 24 27 അത് രണ്ടിനും കൂടി 45 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ആ 2 പശുവിനും കൂടി 45 രൂപ, 45,000 രൂപ. അതുകൊണ്ട് ഇവിടെ നിന്ന് കുറേ കയറി ഇങ്ങോട്ട് വരുമ്പം ആയിരക്കണക്കിന് 10,000 കാളകളും പോത്തുകളും എരുമകളും പശുക്കളും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല എരുമക്കുട്ടന്മാർ, നല്ല ലക്ഷണമൊത്ത എരുമകൾ കേട്ടോ. ഒക്കെ അവിടെ ഇത് കണ്ടോ, അവിടെയൊക്കെ ഓരോ സ്ഥലത്തും
ഒരേ സമയം ഇങ്ങനെ ലേലം നടന്നുകൊണ്ടിരിക്കുക. ലേലമല്ല, ഈ ഒരു പറഞ്ഞുറപ്പിക്കുന്ന പരിപാടികൾ. നമ്മൾ കണ്ടവർക്ക് ഇത് വഴക്കാണെന്ന് ഓർക്കും, പക്ഷെ വഴക്കൊന്നും അല്ല, അവരുടെ ഒരു രീതിയാണ് കേട്ടോ. ലാസ്റ്റ് പിടിച്ചു പറിച്ച് കയ്യിൽ നിന്നൊക്കെ വലിച്ചെടുത്തിട്ടൊക്കെ പോകും. ഒത്തിരി മലയാളീസുകൾ നമുക്കിവിടെ കാണാം കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലേക്കൊക്കെ, വടക്കൻ ജില്ലയിലും അതുപോലെ തന്നെ കൊല്ലം ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി കസ്റ്റമറുകളുണ്ട്. ഇവിടെ നമ്മൾ പലരെയും കണ്ടായിരുന്നു. ഇതിങ്ങനെ കിടക്കണം, നമ്മൾ ഈ കാണുന്ന ദൂരമൊന്നും അല്ല കേട്ടോ, അങ്ങോട്ട് ഒത്തിരി ദൂരത്തിലാണ് ഇതിങ്ങനെ കാണുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു വ്യാപാരം നടക്കുന്നത്. ഇവിടെ ഇവിടെ ലക്ഷണത്തെ പോത്തുകളുണ്ട് കേട്ടോ. ഇതൊക്കെ എവിടെ റേറ്റ്? ഒറ്റ വലിക്ക് എല്ലാവരും കൂടെ ഒരുപോലെ പോരും. നല്ല അണിനിരത്തി നിർത്തിയിരിക്കുക എല്ലാത്തിനെ. നിങ്ങളുടെ പേര്? എന്റെ പേര് സെന്തിൽ ഗണപതിയാണ്. സെന്തിൽ ഗണപതി. എവിടെ? പൊള്ളാച്ചി. എത്ര വർഷമായി ഇപ്പൊ ഇവിടെ? ഞങ്ങൾ ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് 20 വർഷമായി. 20 വർഷത്തായിട്ട് നമ്മളുണ്ട്. ഇതൊക്കെ ഇത് രണ്ടും മലയാളീസ് ആയിട്ടാ. ഇവര് പേരെന്നായിരുന്നു? അജ്മലി, അബു. നിങ്ങള് എവിടെ? നമ്മള് ഗോവിന്ദപുരത്ത് അല്ലെ? എല്ലാ ആഴ്ചയും വരുന്ന? എല്ലാ ആഴ്ച 10-35 വർഷമായി. 35 വർഷമായിട്ട് വരുന്നുണ്ടല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ? കുഴപ്പമില്ല. മാർക്കറ്റിൽ നിന്ന് കന്ന് ഇറച്ചി കന്ന് എടുത്തു കൊടുക്കലാണ്. അതെ അല്ലേ? എറണാകുളം, കായംകുളം ഒക്കെ നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ്. അതെ അല്ലേ? ഇപ്പം വരുമ്പോഴുണ്ട് നമ്മൾ മറ്റുള്ള മാർക്കറ്റിനെ അപേക്ഷിച്ച് ഈ പൊള്ളാച്ചി വരുമ്പം എങ്ങനെയുണ്ട് മാർക്കറ്റ് വില? പൊള്ളാച്ചി കുഴപ്പമില്ല, ഒരു ലെവലില് വാങ്ങിക്കാം. അതെ അല്ലേ? നമുക്ക് ഇപ്പം സീസണായി വരുമല്ലേ? ഇപ്പം സീസൺ കഴിഞ്ഞു. ഇനി സ്ലോ ഈസ്റ്ററിന് നല്ല ഇറക്കായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച നല്ല എല്ലാ ആൾക്കാർക്കും ആവശ്യപ്പെട്ട ആൾക്കാർക്ക് എല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ പറ്റും. എല്ലാ ആൾക്കാർക്കും കുഴപ്പമില്ല കണ്ണുകൊണ്ട്. അതെ അല്ലേ? നമ്മുടെ ഈ കേരളത്തിന്റെ ഏതൊക്കെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്? കേരളത്തിൽ ഇതൊന്ന് വിട്ടാൽ നമ്മളെ ഈറോഡ് പോകും. പിന്നെ ശനിയാഴ്ച കേരളത്തിലേക്ക് കുഴൽമന്ദം. ചോദിച്ചത് നമുക്ക് ഇവിടുന്ന് എല്ലാ ജില്ലയിലേക്കും ആൾക്കാർ വരുന്നുണ്ടോ? എല്ലാരും വരുന്നുണ്ട്. ഈ നമ്മുടെ പൊള്ളാച്ചിയില് നമുക്കിപ്പം ഇവിടെ ഇതിന്റെ വിലകളൊക്കെ എങ്ങനെയാ വരുന്നത്? വില ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. ഓരോരുത്തർ അവരാണ് റേറ്റ് പറയുന്നത് അല്ലേ? ഇതിപ്പോ അവരവരുടെ വീടുകളിൽ അവര് വളർത്തിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചന്തയിൽ നിന്ന് മേടിക്കാണ്. എല്ലാ ഭാഗത്തിലും ഇവിടെ കണ്ണൂർ, ഇവിടെ വരും. തമിഴ്നാട് അവര് തന്നെ എനിക്ക് തോന്നുന്നു ഇത് ചൊവ്വാഴ്ച കൂടാതെ വ്യാഴാഴ്ച ദിവസം വലിയ മാർക്കറ്റ് ചൊവ്വാഴ്ച. അതിനെന്താ പ്രത്യേകത? എല്ലാ സ്ഥലത്തുനിന്നും കോട്ടയം, എല്ലാ സ്ഥലത്തും ചരക്ക്, ആലപ്പുഴ, എറണാകുളം, കായംകുളം, എല്ലാ സ്ഥലത്തും പറവൂർ, ഏകപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇവിടെ ആൾക്കാർ. ഈ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇത് കൂടാതെ നമുക്ക് തിരുപ്പൂരൊക്കെ ഇല്ല? തിരുപ്പൂരുണ്ട്, ഈറോഡുണ്ട്. ഈറോഡ് നല്ല പാൽ പശു ഉണ്ട്. അതെ അല്ലേ? അപ്പൊ ഞാൻ ഇവരുടെയൊക്കെ നമ്പർ വേണേ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്കപ്പം കാര്യങ്ങൾ ഈസി ആയിട്ട് കിട്ടും അല്ലേ? വ്യാഴാഴ്ച പാൽ പശു വാങ്ങിക്കാം ഈറോഡ്. അതെ അല്ലേ? അപ്പൊ ഏത് ടൈപ്പിൽ വേണം, എവിടെ എന്ത് കിട്ടും എന്നൊക്കെ നല്ല എച്ചപ്പിന്റെ പശുക്കള്, ജെർസി ഒക്കെ കിട്ടും. മലപ്പുറം മഞ്ചേരിക്കാരനാണ്. എല്ലാ ആഴ്ചയും വരുന്നതാണ്. കച്ചവടക്കാരനാണ്. അതെ, വലിയ കച്ചവടക്കാരനാണ്. ആഴ്ചക്ക് 60-70 എണ്ണം എടുക്കും. പശുക്കള്, കാളകള് റെഗുലറായിട്ട് എടുക്കും ഇയാള് നമ്മുടെ അടുത്ത്. എത്ര ആളായിട്ട് വരുന്നുണ്ട്? എത്ര ആളായി വരാൻ തുടങ്ങിയിട്ട്? ആളൊക്കെ ഡീസന്റാണ്, കുഴപ്പമില്ല. എണ്ണത്തിന്റെ മാട് കുറവ് ഒരുപാട് താത്തി ചോദിക്കുന്ന ആള് ചന്തയിൽ ഇയാളാണ്. ചോദിക്കില്ല. മാക്സിമം ഇയാളിന്റെ പേര് മമ്മൂദാണ്. ലക്ഷണമൊത്ത നല്ല കാളക്കൂറ്റന്മാര്. ഇത് നമ്മളതാണ്. അതൊക്കെ അങ്ങോട്ടും അല്ലേ? അത് ഏത് മോഡലാ? അത് ആന്ധ്രക്കൂറ്റം എന്ന് പറയും. ആന്ധ്രക്കാള അല്ലേ? ഇതൊക്കെ കൊക്കി കളന്ന് പറയും. നാടൻ കൊക്കി. നാടൻ അല്ലേ? കൊക്കി.
ഇതൊക്കെ എന്ത് റേറ്റാ വരണ? ഇതിപ്പോ 90 വെച്ച് വരുന്നുണ്ട് ഓരോന്ന്. 90 വെച്ചല്ലേ? 90 മേനി വരുന്നുണ്ട്. ആ അല്ലേ? അതാണെങ്കിൽ 110 മേനി വരുന്നുണ്ട്. 110 വരും അല്ലേ? ഇതൊക്കെ നമുക്ക് ഈ കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. കേരളത്തിലേക്കാണ് അല്ലേ? പേരെന്തായിരുന്നു? ഷബീർ. എവിടെ സ്ഥലം? എവിടെയാണ്? കൊടുങ്ങല്ലൂർ. ഇവിടെ ഇപ്പൊ എത്ര വർഷമായിട്ട് വരുന്നുണ്ട്? ഇവിടെ ഒരു 3-4 വർഷമായി. 3-4 വർഷമല്ലേ? നല്ല മാർക്കറ്റാ അല്ലേ? നല്ല മാർക്കറ്റ്. അത്യാവശ്യം ആൾക്കാര്. നിങ്ങളിപ്പം എല്ലാ മാർക്കറ്റിലും ഇതുപോലെ പോവാറുണ്ടോ? വാണിയംകുളം, പെരുമ്പ്രായില് പോകാൻ പറ്റില്ല. വാണിയംകുളം, കോൽമന്നം, പിന്നെ മറ്റ് തമിഴ്നാട്ടിലേക്കൊക്കെ ആണെങ്കിൽ വേറെ ഏതൊക്കെ സ്ഥലത്ത് പോകാറുണ്ട്? ആന്ധ്ര, ഒറീസ, ഛത്തീസ്ഗഡ്, അതെ അല്ലേ? കർണാടക എല്ലായിടത്തും പോകണം. എല്ലായിടം പോകാറുണ്ട്. എടുക്കാനായിട്ട് പോകുന്നതാണ്. അതെ അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് വ്യാപാരമൊക്കെ? മാടൊക്കെ അത്യാവശ്യം നല്ല വിലയാണ്. നല്ല വിലയാണ്. അതെ അല്ലേ? ഓക്കെ. ഇപ്പൊ ശരിക്കും സീസൺ കഴിഞ്ഞില്ലേ അല്ലേ? ഒരു ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞോടുകൂടി സീസണാണ്. അത് കച്ചവടമായി പോകുന്നതാണ്. അത് എന്ത് റേറ്റിന് പോകണതാണ്? കച്ചവടമായി പോകുന്നതല്ലേ? ഇതൊക്കെ കച്ചവടമായി കൊണ്ടുപോകുന്നതാണ്. പുള്ളി എവിടുത്തുകാരനാ? പുള്ളി ഇവിടെ അടുത്ത് തന്നെ. അതെ. ഇവിടെ കന്നെടുക്കാൻ വരണമാണ്. കണ്ട ഒരു ഗൗണ്ടർ ലുക്കിലല്ലേ ആള്? വാൽപ്പാറ കൗണ്ടറാണ്. ആണല്ലേ? കന്നെടുക്കാൻ വരുന്നതാണ് അവിടെ? അതെ. എല്ലാ ആഴ്ചയും വരുമോ? അതെ അല്ലേ? ഏത് നമ്മൾ കാളയാണോ കൊണ്ടുപോകണം? അതാ മൂരി അല്ലേ? ഓക്കെ. വലിയ മൂരി ഇല്ല, വലുത് ഇറച്ചിക്കുള്ളതാണ്. അതേ ഉള്ളു. വന്നു കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം കൊണ്ടുപോകുള്ളൂ. ഇല്ലെങ്കിൽ ആ പരിപാടി ആ പരിസരത്ത് നോക്കത്തില്ല. ഇഷ്ടം നമുക്ക് ലക്ഷണത്വം ആയിരിക്കണം. 1, 2, 3, 4, 5, 6 6 എടുത്തിട്ടിരിക്കുന്നതാണ്. ഇത് എന്ത് റേറ്റ് പോയതാ? ഇത് 38 രൂപ. ഏത് ഒരെണ്ണത്തിന് 38? ഒരെണ്ണം 38 രൂപ. ഇതൊക്കെ നമ്മുടെ അവിടെ ആണെങ്കിൽ എന്ത് റേറ്റ് വരും? ഇത് നമ്മുടെ ഭാഗത്താണെങ്കിൽ ഇത് കൂടുതലാണ്, കുറയില്ല. ഇവിടെ ആകുമ്പോ ഇനി വണ്ടി വാടക 1000 രൂപ. പറവൂര് പോകാനാണ്. അതെ അല്ലേ? നമ്മുടെ ഇപ്പൊ ഇവിടെ നിന്നൊക്കെ നമ്മുടെ അങ്ങോട്ടേക്കുള്ള ട്രാവലിംഗ് എങ്ങനെയാണ്? ഈ കൊണ്ടുപോകണതിന് ഒരെണ്ണത്തിന് 1000 രൂപ വാടക. അത്രേ വരുള്ളൂ. ഇവിടെ അവിടം വരെ പോണതിന് ആലുവ പറവൂര് പോകാൻ 1000 രൂപ. ഒരെണ്ണത്തിന് 1000 രൂപയെ ആകത്തുള്ളൂ? 1000 രൂപ ആവുള്ളൂ. ഓ, നമ്മളിപ്പോ ഇവിടുത്തെ റേറ്റ് കൂടാതെ ഒരു 1000 രൂപ കൂടെ കൊടുത്താൽ നമ്മുടെ ചരക്ക് നിങ്ങളുടെ വീടെത്തും. ആണല്ലേ? അതും വലിയ നഷ്ടമില്ലല്ലോ. 1000 രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി. 1000 രൂപ കൊടുത്താൽ മതി. അപ്പൊ നമ്മളല്ലാതെ നമ്മൾ വണ്ടി കൊണ്ടുവരികയൊന്നും വേണമെന്നില്ല? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ പേരെഴുതി വിടുക? അല്ല, ഇവിടുന്ന് അതേപോലെ അഡ്രസ് ഇടും. അഡ്രസ് ഇട്ടിട്ട് വിട്ട് കഴിഞ്ഞാൽ അവര് അവിടെ കറക്റ്റായി കൊടുത്തരും. ഓ, ഈ പലർക്കും ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ആശങ്ക എന്ന് പറയണുണ്ടോ? ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ ആൾക്കാർ ചോദിക്കുന്ന സംഭവം അത് തന്നെയാ. ഈ ഇങ്ങോട്ട് എണ്ണത്തിന് നമ്മളെ കൊടുക്കുകയാണ്. ഒരെണ്ണത്തിന് 1000 രൂപ വെച്ച് കൊടുത്താല് എറണാകുളം, പറവൂര്, വെടിമര, ആലുവ, തെക്കോട്ട് പോകുമ്പോൾ 1500 രൂപ. അത്രേ വരുള്ളൂ. കായംകുളമൊക്കെ പോകുമ്പോൾ കായംകുളത്തേക്ക് 1500 രൂപ. അത് കൊള്ളാം. അപ്പൊ നമ്മള് വാഹനം ഒന്നും വേണ്ട ആവശ്യമില്ല. വാഹനം കൊണ്ടുവരാൻ നിൽക്കുമ്പോ നഷ്ടമായിരിക്കും. അതാണ് ഈ പലരും നമ്മളിവിടെ പലർക്കും ഉള്ള ഒരു സംശയം. അതാണ്, നമ്മൾ വണ്ടിയും കൊണ്ട് വരണോ, വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇഷ്ടപ്പെട്ടില്ല, വണ്ടി ചാർജ് പോയില്ലേ എന്നൊക്കെയാണ്. അപ്പം വെറുതെ ഇങ്ങോട്ട് കയ്യും കെട്ടി കാശായിട്ട് വന്നാൽ മതി. വന്നു കഴിഞ്ഞാൽ ചരക്ക് മേടിച്ചു കഴിഞ്ഞാല് ഒരു 7-8 എണ്ണൊക്കെ മേടിച്ചാൽ ചെറിയ വണ്ടി വിളിച്ച് സ്വന്തമായിട്ട് കൊണ്ടുപോകാം. എല്ലാം നമുക്ക് പറ്റില്ല, 3 എണ്ണം പറഞ്ഞാൽ നമുക്ക് എണ്ണത്തിന് കൊടുക്കാം. അപ്പോഴും നഷ്ടമില്ല. ഒരെണ്ണം ആണെങ്കിൽ 1000 രൂപ കൊടുത്താൽ മതി. അത് കൊള്ളാം. അപ്പൊ ആ ഒരു പ്രശ്നം തീർന്നു കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഈ വ്യാഴാഴ്ചത്തെ കൂടാതെ ഈ മാർക്കറ്റാണ് വലുതെന്ന് തോന്നുന്നു അല്ലേ? ഇത് ചൊവ്വാഴ്ച മാർക്കറ്റ്, ഇറച്ചി മാർക്കറ്റ്. വ്യാഴാഴ്ച വന്ന് പാലിന്റെ ഈ കിടാവും കുഞ്ഞുങ്ങളും പാൽ പശുക്കൾ വളർത്തുന്നത്, അത് വന്ന് വളർത്തുന്നത് വ്യാഴാഴ്ച ഈറോഡാണ് അല്ലേ? അത് നമ്പർ 1 ചന്തയാണ്. അവിടെ എച്ചപ്പിന്റെ പശുക്കൾ 110, 15, 80, 70. ജെർസി വന്നിട്ട് 60, 65. അങ്ങനെ ഒരു 20 ലിറ്റർ പാല് കിട്ടുന്നതൊക്കെ ഒരു 80 റുപ്യ. കച്ചവടമായി. என்னடா 30 மேனிக்கு கேட்டு 31 மேனிக்கு சொன்னேன்.
நீடா அவன் சொல்லுவான் 38 கேட்டா பைத்தி ஏறனடா நீங்க உங்களே வச்சு என்ன அடிக்கிறேன் வெங்காயம் வச்சு அடிப்பாங்க 31 ரூபாய் நீ கேட்டா ஒரு மாடு தான் வேணும் மாடு நீங்க அதுல எல்லாம் பிடிச்சி கட்டி கட்டணும் ഈ ഏരിയയിൽ പശുക്കളാണ് കേട്ടോ മൊത്തം. മലയാളികളുണ്ട് കേട്ടോ ശരിക്കും, പക്ഷെ എല്ലാവരും ഓരോരോ തിരക്കിലാണ്. ഓരോരോ ഇത് കണ്ടത് ഇതൊക്കെ കച്ചവടമായിരിക്കുന്നതാണ് കേട്ടത്. ഈ ഇങ്ങോട്ട് കെട്ടിയിരിക്കുന്ന മൊത്തം മറ്റേ ഇതിൽ ലോറിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഈ കാണുന്ന ഫുള്ള് ഇത് മൊത്തം കച്ചവടമായിരിക്കുക. ഈ പോകുന്ന കിടാവ് 3500 രൂപയ്ക്കാണ് കേട്ടോ പുല്ല് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ 4000 രൂപ 3800 ആ റേറ്റിലൊക്കെയാണ്. അത് 7 രൂപയ്ക്കാണ് ഇവർ പറയുന്നത്. ആദ്യം 7 രൂപയൊക്കെ പറയും, പക്ഷെ അത് വിലപേശി അവസാനം റേറ്റ് കുറച്ചാണ് പോകുന്നത്. ആ വില കുറച്ച് നമ്മൾ വാങ്ങിക്കുന്നതിനാണ് കാര്യം ഇരിക്കുന്നത്. ഇത് കണ്ടോ ചെറിയ കിടാവുകൾ കണ്ടോ, നല്ല ലക്ഷണമൊത്ത ഒരു അത് മൊത്തം കിടാവ് കുഞ്ഞുങ്ങളായിട്ടോ. മൊത്തം കിടാവുകളാ. കണ്ട ഈ ഏരിയ ഫുള്ള് ഇത് കണ്ട ഇതിൻ്റെ അതിനുള്ള കയറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഏരിയയാണ്. ഈ കടകൾ ഫുള്ള് ഈ പശുവിനെയും ഇതിനെയൊക്കെ കെട്ടാനുള്ള കയറുകളും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ നല്ല രസമുള്ള കയറുകൾ, നമ്മുടെ അടുത്ത് വെറും കയറല്ല, നല്ല ഭംഗിയുള്ള കളറുകൾ. ഇവിടെയൊക്കെ ചിക്കൻ, അപ്പുറം ഫിഷ് മാർക്കറ്റൊക്കെയാണ്. ഈ ഉണക്കമീനുകൾ ഇട്ടിരിക്കണ നോക്കിയേ, പുഴമീൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ.